പ്രധാനമന്ത്രിയുടെ ആ വരവിൽ വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്നാണ് അവിടുത്തെ ഓരോ ജനങ്ങളും പറയുന്നത്. നമുക്ക് കെ മധുവിലേക്ക് കൂടി പോകാം. അവലോകന യോഗവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. മധു, ആ വാക്കുകളിൽ വലിയൊരു പ്രതീക്ഷ എല്ലാവരും അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒപ്പം ഉണ്ടാകും, പണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസം നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മധു? അവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, മറ്റ് അധികൃതരുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഈ വരവിൽ, ഈ വാക്കുകളിൽ എത്രത്തോളം ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്? അങ്ങനെ വല്ല സൂചനയും ലഭിക്കുന്നുണ്ടോ? പൂജ, അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ആരംഭിക്കും. മന്ത്രി കെ രാജനും മുഹമ്മദ് റിയാസും അടക്കമുള്ളവർ വാർത്താ സമ്മേളനത്തിലെത്തും. എന്തായാലും ആദ്യ റിപ്പോർട്ട് മാത്രമാണ് നൽകിയിട്ടുള്ളത്, പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത് എന്നാണ് കെ രാജൻ നേരത്തെ പറഞ്ഞത്. കൂടുതൽ വിശദമായ റിപ്പോർട്ട് വൈകാതെ നൽകും. അതിനനുസരിച്ച് എന്തായാലും അനുഭാവപൂർണമായ ഒരു സമീപനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട്. ആ തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ സമീപനം എന്ന് മന്ത്രി വ്യക്തമാക്കി. എന്തായാലും വിശദമായ കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയിക്കാം എന്നാണ് മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. 6 മണി എന്നാണ് വാർത്താ സമ്മേളനം പറഞ്ഞത്. അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആത്മവിശ്വാസം ഉണർത്തുന്നു എന്നതിനൊപ്പം തന്നെ പ്രതീക്ഷ പകരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്ന് മന്ത്രിമാർ വ്യക്തമാക്കുന്നു. അതിനപ്പുറത്തെ എന്ത് പറയാനുണ്ട്? കാരണം ഇനിയുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും തൊടാതെ പോകില്ല. എന്താവശ്യം പറഞ്ഞാലും ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ എല്ലാം പരിഗണിക്കാം എന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതുവരെയും നല്ല സമീപനമാണ് എന്ന് പറയുമ്പോൾ ആ സമീപനത്തിൻ്റെ തുടർച്ച എത്രത്തോളം എന്ന് തേടുകയാണ് സംസ്ഥാന മന്ത്രിമാർ. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും. മന്ത്രിമാർ ഇവിടെ 6 മണിയാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനം പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കാണുന്നത്. ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷവും ഇതുവരെ. പൂജ, തീർച്ചയായിട്ടും